അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. കമ്മീഷൻ പോലും പറയാത്ത കാര്യങ്ങൾ അഭിജിത്ത് പണിക്കരുടെ ന്യായീകരിക്കും. അയ്യോ, ഞാൻ പറഞ്ഞു ഇവിടുത്തെ മാധ്യമങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങളാ. താങ്കൾ അത് ശരിയാ. എന്ത് ശരി? ഇതൊന്നും നടക്കണ കാര്യമല്ല. എങ്ങനെ നടക്കും? അത് ശരിയാ. ഏത് ശരി? നീ ഏതെങ്കിലും ഒന്ന് പറ. നമ്മുടെ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങൾ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളെ എനിക്ക് വിശ്വസിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗിക ഡേറ്റയുമായിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലല്ലോ, ഇന്ത്യയുടെ രാജാവൊന്നുമല്ലല്ലോ. രാഹുൽ ഗാന്ധിക്ക് പരാതിപ്പെടണം. പരാതിപ്പെടുന്നില്ലല്ലോ. ഞാൻ പറയട്ടെ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു ആരോപണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയാത്തത് കഷ്ടമാണെന്ന് എല്ലാ പത്രങ്ങളും, മലയാളം പത്രങ്ങൾ മാത്രം എടുക്കുക. അതിൽ പത്രത്തിലേക്ക് കേൾക്കോ സാറേ? ശ്രീകുമാർ സാറേ, പത്രങ്ങൾ പോയി രാഹുൽ ഗാന്ധിയുടെ ആരോപണം കള്ളമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അത് വിശ്വസിക്കത്തില്ല. പക്ഷെ രാഹുൽ ഗാന്ധി പറയുന്നതിന് പിന്നെ ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയണമെന്ന് പറഞ്ഞാൽ ശ്രീകുമാർ സാർ കേൾക്കും അല്ലേ? അതെ. ജാഗ്രത. അല്ലേ? അങ്ങനല്ലേ? അല്ല, ഞാൻ പറഞ്ഞു, സാറേ നിങ്ങളുടെ വിചാരം ഈ നാട്ടിലുള്ള ആൾക്കാരെല്ലാം കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ വരുന്നു, കോൺഗ്രസിന് വോട്ട് ചെയ്യാത്ത തെരഞ്ഞെടുപ്പുകളെല്ലാം റിഗ്ഡ് ആണെന്നാണ് നിങ്ങളുടെ ധാരണ. ആ ധാരണ പോലെ മണ്ടത്തരം വേറെ ഇല്ല സാറേ. പൊട്ടന്മാര് പൊട്ടന്ന ലോക പൊട്ടനാണ്. അല്ലല്ല, ഒരു മിനിറ്റ്. അതായത് നോക്കൂ, രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ എന്നാണ് ഇതൊക്കെ പറയുന്നത്. ആരോപണങ്ങളല്ല, അദ്ദേഹം തെളിവുകൾ സഹിതം പ്രദർശിപ്പിച്ച കാര്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി ഉണ്ടായില്ല. ആ തെളിവെല്ലാം തെറ്റാണെന്ന് തെളിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ പോലെ മിണ്ടായിരുന്നില്ലേ? അല്ല, ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരൊറ്റ വീട്ടിൽ 501 വോട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വ്യാജമാണെന്നാണ്. അത് വ്യാജമാണോ അല്ലയോ? ശ്രീകുമാർ സാറിന് ഇപ്പൊ തന്നെ താങ്കളുടെ മുന്നിലുള്ള തെളിവ് വെച്ച് പറയൂ. മഞ്ജുഷ, അതൊരു വേറൊരു ചോദ്യമല്ലേ? ഒരൊറ്റ വീട്ടിൽ 501 വോട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ താങ്കൾ പറയുന്ന തെളിവ് നിരത്തി. അത് വ്യാജമാണോ സത്യമാണോ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഒരൊറ്റ വീട്ടിൽ 501 വോട്ടുണ്ട് എന്ന് പറയുന്നത് കള്ളമാണ്, തട്ടിപ്പാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് സത്യമോ അല്ലേ? നിങ്ങൾക്ക് ഇത് ചോദ്യം ചോദിക്കുമ്പോൾ കൊള്ളും സാറേ. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് അതാണ് പ്രശ്നം. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന ഞാൻ പറയട്ടെ, നിങ്ങളിങ്ങനെ രോഷം കൊള്ളല്ലേ സീത്തെ. ഞാൻ താങ്കളെ ഇങ്ങനെയല്ല ധരിച്ചത്. താങ്കൾ ക്ഷമിക്കൂ. താങ്കൾക്ക് ഞാൻ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ എല്ലാ പത്രലേഖകരെയും ഒരാൾക്ക് പോലും സംശയമില്ലാത്ത രീതിയിൽ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് അതിന് മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 10 ദിവസം എടുത്തു. ആ 10 ദിവസത്തിൽ ചേർന്ന് നൽകിയ മറുപടിയെ ആയിരുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ രാഹുൽ ഗാന്ധി കർണാടകത്തിലെ മഹാരാഷ്ട്രത്തിൽ വോട്ട് ചേർക്കാനും കർണാടകത്തിൽ വോട്ട് കളയാനും അതോ തിരിച്ചാണോ എനിക്ക് അറിയില്ല, അത് ശ്രമം നടന്നു എന്നാ പറഞ്ഞത്. ശ്രമം നടന്നു. അതൊക്കെ എടുത്ത് വായിച്ചു നോക്ക്. അല്ല, അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം. ഞാൻ പറയട്ടെ. അല്ല, പക്ഷെ അദ്ദേഹം അങ്ങനെ പറയരുത്. അദ്ദേഹം പറഞ്ഞ അങ്ങനല്ല, അതല്ല രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഞാൻ പറയട്ടെ, നിങ്ങൾ പ്ലീസ് ക്ഷമിക്കൂ. അതിനുശേഷം അക്കാര്യത്തിൽ മഹാദേവപുരത്തെ ശേഷം ഹരിയാനയിൽ കൊണ്ടുവന്നു. ഹരിയാനയുടെ കാര്യത്തിൽ അദ്ദേഹം വ്യക്തമായ ഉത്തരം പറഞ്ഞില്ല. അന്ന് രാഹുൽ ഗാന്ധി ഒരു കാര്യം കൂടെ പറഞ്ഞു, അടുത്തത് ബീഹാർ. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ സമയത്ത് പത്രസമ്മേളനം, അത് BJP പ്രതിനിധിയാണ്, കേന്ദ്രമന്ത്രി റിജു ആനന്ദ് പത്രസമ്മേളനം നടത്തിയിട്ട് എന്താ നമ്മൾ കേട്ടതാണല്ലോ. ഇതൊക്കെ ഞാൻ ആവർത്തിക്കാണ് വെറുതെ. ഇനി അതൊക്കെ കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ആക്ഷേപം വരാനുള്ള കാരണം എന്താണ്? അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഇന്നലെ ഈ ന്യൂസ് 18 ചർച്ചയിൽ പങ്കെടുത്ത നമ്മുടെ മുൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാമിനെ എന്താ പറഞ്ഞത്? മഞ്ജുഷെ, താങ്കൾ കേട്ടതല്ലേ? നമ്മളിപ്പോ ചർച്ചയിൽ പങ്കെടുത്തതല്ലേ? മുൻ തെരഞ്ഞെടുപ്പ് ഓഫീസറാ കേരളത്തില്, അറിയാമല്ലോ. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയത്തിന് അധീനമാകണം എന്നൊരു ചിന്തയെ രാഹുൽ ഗാന്ധി കൊണ്ടുള്ളൂ. അത് എപ്പോഴാ വന്നത്? അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം. ഇപ്പൊ 2 ഉപതെരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിൽ അല്ല, ഞാൻ പറയട്ടെ. അത് സൗകര്യപൂർവ്വം മിണ്ടാതിരിക്കരുത്. അല്ല, അത് സൗകര്യപൂർവ്വം മിണ്ടാതിരിക്കരുത്. കേന്ദ്രത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാര്യം വരുന്ന സമയത്ത് രാഷ്ട്രീയം, ടിക്കാറാം മീണ വരുന്ന സമയത്ത് രാഷ്ട്രീയമില്ല, നിഷ്പക്ഷൻ. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ?
താങ്കൾ എന്തിനാ രോഷം കൊള്ളുന്നത്? അല്ല അങ്ങനെ പറയല്ലേ സാറേ, അങ്ങനെ പറയല്ലേ സാറേ, നമ്മൾ കഞ്ഞിയല്ലേ കുടിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സാറേ, അങ്ങനെ പറയല്ലേ സാറേ, നമ്മൾ കഞ്ഞിയല്ലേ സാറേ കുടിക്കുന്നത്. താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കൂ. ഞാനൊരു കാര്യം താങ്കൾ പറഞ്ഞു, മഹാദേവപുരയുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞിരിക്കുന്നതെല്ലാം തെറ്റായിരുന്നു എന്ന് പറഞ്ഞപ്പോ അതിനെ അംഗീകരിക്കാൻ പോലും താങ്കൾ തയ്യാറല്ല. അല്ലല്ലോ, താങ്കൾക്ക് ഇപ്പോൾ പക്ഷമുണ്ടോ? അല്ല, ഈ വിഷയത്തിൽ സത്യത്തിന്റെ പക്ഷമുണ്ട്. താങ്കൾ നുണയുടെ പക്ഷത്ത് നിൽക്കുന്നു, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എന്തുകൊണ്ട് പിന്നെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ രാഹുൽ ഗാന്ധിയെ ജയിക്കാവും, അതാണ് ശ്രീകുമാർ സാറ് പറഞ്ഞു വരുന്നത്. അല്ല, അതിനപ്പുറത്തേക്ക് എന്താ പറഞ്ഞു വരുന്നത്? ഇന്ത്യയിൽ എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും രാഹുൽ ഗാന്ധിയെ ജയിക്കാവും, വേറെ ആര് ജയിച്ചാലും ഞങ്ങൾ കളിക്കില്ല, അതല്ലേ പറയുന്നേ? അതല്ലേ പറയുന്നേ? അല്ല, അത് ശരിയല്ല സാറേ, സാറിന്റെ അടുത്ത് ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. സാറ് പറഞ്ഞെന്താ? അല്ല, മഹാദേവപുരയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാര്യവും തെറ്റാണെന്ന് തെളിഞ്ഞില്ല എന്ന്. 6 കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല സാറേ തെറ്റാണ്. എന്റെ ഒരൊറ്റ ചോദ്യത്തിന് മറുപടി പറയുമോ? എന്റെ ഒരൊറ്റ ചോദ്യത്തിന് അങ്ങ് മറുപടി പറയുമോ? ആ ഒരൊറ്റ ചോദ്യം, അതിനെന്തുകൊണ്ട് മറുപടി ഇല്ലാത്തേ? അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. അല്ല മഞ്ജുഷ, ഞാൻ ചോദിക്കുന്ന ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരൊറ്റ ചോദ്യം. ഒരൊറ്റ വീട്ടിൽ 501 വോട്ടുള്ളത് കള്ളത്തരമാണ്, അത് വോട്ട് ചോരിയാണ്, വ്യാജ വോട്ടർമാരെ ചേർത്തിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുന്നതിനെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ വന്ന് പിടിച്ചല്ലോ അതിനെ. എന്നിട്ടെന്താ സാറേ, അതിനെ സമ്മതിക്കുമോ? അതിനെ സമ്മതിക്കുമോ? അല്ലെ സാർ, അത് സമ്മതിക്കുമോ? നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെയാ ഞാൻ ചോദിക്കുന്നത്? ചോദ്യം ചോദിച്ച ഒറ്റ തൊഴിൽ വെച്ച് തരും. റാങ്ക് പറയും, അപ്പ കേട്ടാ മതി. റാങ്ക് കാണിക്കും, അപ്പ കണ്ടാ മതി. താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും യുക്തിക്ക് നിരക്കുന്നതല്ല. അപ്പൊ അതിനെനിക്ക് മറുപടി പറയാൻ അവസരം വേണ്ടേ? താങ്കൾ ഈ പറയുന്നതാണ്, അത് ബീഹാറിലെ ജനങ്ങൾ കാണിച്ചു തന്നില്ലേ സാറേ? ഏതാണ് യുക്തി, ഏതാണ് യുക്തിക്ക് നിരക്കാത്തതെന്നുള്ള ബീഹാറിലെ ജനങ്ങൾ കാണിച്ചു തന്നില്ലേ? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞതാണ്. നോക്കൂ, നിങ്ങൾ പറയുന്നത് ഇന്ത്യയുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവാണെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിക്ക് എന്തും പറയാം. രാഹുൽ ഗാന്ധി പരാതി കൊടുക്കില്ല, രാഹുൽ ഗാന്ധി കോടതിയിൽ പോവില്ല, രാഹുൽ ഗാന്ധി SIRന് പറ്റില്ല, രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തകർ വോട്ട് ചലഞ്ച് ചെയ്യില്ല, രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തകർ ഇലക്ഷൻ കേസ് കൊടുക്കത്തില്ല, രാഹുൽ ഗാന്ധി ഒരിടത്തിരിക്കും. പിന്നെ എന്ത് ചെയ്യണം? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രം ഈ പെട്ടിയും രേഖയും കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വരണം. സാറേ, നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം സാറേ, നിങ്ങൾക്ക് പരാതി കൊടുക്കാം സാറേ, നിങ്ങളുടെ ആൾക്കാർ ചലഞ്ച് ചെയ്യാം സാറേ, നിങ്ങൾ SIRന് പോകണം സാറേ. അതൊന്നും ചെയ്യാതിരുന്നതിന് ശേഷം എന്താ ഈ ചെയ്യുന്നേ? ഇവിടെ കേരളത്തിൽ നിങ്ങൾ പറയില്ലേ, ഇവിടെ CPM വ്യാപകമായ കള്ളവോട്ടാണെന്ന് പറയും. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ശ്രീകുമാർ സാർ പറയുന്നു, താങ്കൾ ഒരു പക്ഷം പിടിച്ച് പറയുന്നു. സത്യത്തിന്റെ പക്ഷമാണ് ഈ നാട്ടിലെ അങ്ങനെയാണെങ്കിൽ ന്യൂസ് 18 സംഖ്യയാണ്, 24 ന്യൂസ് സംഖ്യയാണ്, റിപ്പോർട്ടർ TV സംഖ്യയാണ്, ഏഷ്യാനെറ്റ് ന്യൂസ് സംഖ്യയാണ്. കാരണം ഇവര് തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞ എല്ലാം തെറ്റാന്ന് തെളിയിച്ചില്ലേ? ഞാൻ പറയുന്നത് എന്റെ മുന്നിൽ കണ്ട ഡേറ്റയാണ്. ഒരു വീട്ടിൽ 501 വോട്ട്, ഇത് തട്ടിപ്പാണെന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന ആളാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്. ഒരു വീട്ടിൽ 66 വോട്ട് ഹരിയാനയിൽ വന്നിരിക്കുന്നതും ഒരു വീട്ടിൽ 501 വോട്ട് വന്നിരിക്കുന്നതും തട്ടിപ്പാണ്, വ്യാജ വോട്ടാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി. ആ സാധനം നുണയാണെന്ന് തെളിയിച്ചത് താങ്കൾ സമ്മതിക്കും? രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്, നിങ്ങൾ സമ്മതിക്കുമോ? രാഹുൽ ഗാന്ധിക്ക് തെറ്റുപറ്റാൻ പാടില്ല. രാഹുൽ ഗാന്ധി ഈ മഹാദേവപുരത്തോ മറ്റോ ഉള്ള അസംബ്ലി സെഗ്മെന്റുകളിലെ പാർട്ടികൾ ആരാണ് ലീഡ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞിരുന്ന അടിസ്ഥാനപരമായ ഫാക്ട് പോലും തെറ്റാണ്. ആ പറയുന്ന ഫാക്ട് പോലും തെറ്റാണ്. എന്നിട്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇന്നേ വരെ ഒരു കള്ളവോട്ട്, ഒരു ഇരട്ട വോട്ട് ചെയ്തതായിട്ട് തെളിയിക്കാനായിട്ട് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും കഴിഞ്ഞിട്ടില്ല. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. ലോക്സഭാ പ്രതിപക്ഷ നേതാവോ ഇന്ത്യയുടെ രാജാവോ ആയിക്കോട്ടെ, അപ്പൊ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പറയാ അത് പറ്റില്ല, ഇവിടെ കോടതി എന്നെ കണ്ടോണ്ടിരിപ്പുണ്ടെന്ന്. അതെന്ത് സംവിധാനമാണ്? അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഇല്ല. അതൊക്കെ 47 മുമ്പായിരുന്നു. ശരി ഷാക്കിർ, എന്നെ സംസാരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ പോലും ന്യായീകരിക്കാൻ പ്രയാസപ്പെടുന്ന കള്ളക്കണക്ക് ശ്രീജിത്ത് ഈ സംഘികളുടെ വാട്സപ്പ് പറയുന്നത് നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ കഞ്ഞിയാണ് കുടിക്കുന്നത്. നിങ്ങളല്ല, നിങ്ങൾ
അല്ല നിങ്ങൾ ഏതാണ് ഞാൻ എന്നോട് കള്ളക്കണക്ക്? ക്ഷമിക്കുക നിങ്ങൾ നിങ്ങൾക്ക് അറിയില്ല, സംസാരിക്കാതിരിക്കും. നിങ്ങൾക്ക് നിങ്ങൾ പറയാൻ നേരത്തെ കഴിയില്ല. ശ്രീകുമാരൻ സംസാരിക്കാൻ സമ്മതിച്ചില്ല. നിങ്ങൾക്ക് ഏതാണ് ഉത്തരം കള്ളക്കണക്ക്? മുട്ടിയപ്പോ ചോദ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഉത്തരം മുട്ടിയപ്പോ ഏതാണ് കള്ളക്കണക്ക്? തടസ്സപ്പെടുത്തുകയാണ്. ഞാൻ നിങ്ങൾ അഞ്ചാമത്തെ തവണ അതായത് ചോദിക്കുന്നു, ഏതാണ് ലക്ഷക്കണക്കിന് കള്ള ആറാമത് വോട്ടുകളുടെ ചോദിക്കുന്നു, കണക്ക് ഏതാണ് രാഹുൽ ഞാൻ ഗാന്ധി പറഞ്ഞ പുറത്തു കള്ളക്കണക്ക്? കൊണ്ടുവന്നിട്ട് അപ്പം തിന്നാ മതി കുഴി എണ്ണണ്ട. അതൊന്ന് നിഷേധിക്കാൻ പോലും തെരഞ്ഞെടുപ്പ് ഏഴാമത് കമ്മീഷന് ചോദിക്കുന്നു, കഴിയുന്നില്ല. ഞാൻ നിങ്ങൾ ചോദിച്ച നിങ്ങൾ കള്ളക്കണക്ക് മിണ്ടാണ്ടിരിക്കും. ഏതാണ്? നിങ്ങൾ മിണ്ടാണ്ടിരിക്കും. എട്ടാമത് ചോദിക്കുന്നു, അല്ലല്ല, ഞാൻ അല്ലല്ല, ചോദിച്ച നിങ്ങൾ കള്ളക്കണക്ക് നിങ്ങൾ ഏതാണ്? മിണ്ടാണ്ടിരിക്കും. നിങ്ങൾ തടസ്സപ്പെടുത്തല്ലേ? ഒൻപതാമത് നിങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ ഞാൻ ഉത്തരം പറഞ്ഞ മുട്ടുന്നതുകൊണ്ടാണ്. കള്ളക്കണക്ക് ഏതാ? അതെ. നിങ്ങൾ മിണ്ടാണ്ടിരിക്കണേ പറഞ്ഞത്. ആളുകളെ വന്നിരുന്നിട്ട് നിങ്ങൾ ആക്ഷേപിച്ചിട്ട് തടസ്സപ്പെടുത്തരുത്. പോകരുത്. നിങ്ങൾ കള്ളൻ ഏതാണെന്ന് പറയാനുള്ള മാന്യത നിങ്ങൾ കാണിക്കണം. എന്താണ് നിങ്ങൾ ഇങ്ങനെ അസ്വസ്ഥത കാണിക്കല്ലേ? പറയൂ. നിങ്ങൾ അസ്വസ്ഥത കാണിക്കല്ലേ പ്ലീസ്. ഞാൻ പറഞ്ഞ കള്ളക്കണക്ക് ഏതാന്ന് പറയൂ. അത് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താ അസ്വസ്ഥത? നിങ്ങൾ മുഴുവൻ കള്ളത്തരാ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്നത് കള്ളക്കണക്കാണ്. മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞിരിക്കുന്നത് കള്ളക്കണക്ക് ഏതാണെന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ എനിക്ക് രാഹുൽ നിങ്ങൾക്ക് ഗാന്ധി അസ്വസ്ഥത. ഓരോന്നും കൃത്യമായി 1 by 1 നിങ്ങൾക്ക് അസ്വസ്ഥത. ഒന്നിനു പോലും ഉത്തരവില്ല. എല്ലാം കൂടി ഒറ്റ നിഷേധക്കുറിപ്പ് ഇറക്കുകയാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. സംസാരിക്കാൻ സമ്മതിക്കില്ല. 6 പേര് തടസ്സപ്പെടുത്തുക. എന്നെ കോൺഗ്രസിലെ അവിടെ തടസ്സപ്പെടുത്തുക. ബീഹാറിലെ ആൾക്കാർക്ക് വേണ്ട 6 പേരെ തൂത്തെറിഞ്ഞു. നിങ്ങൾ 6 പേര് പറഞ്ഞിട്ട് അത് കാര്യമില്ല. ഇങ്ങനെ കരയല്ലേ? നിങ്ങൾ എങ്ങനെ വെള്ളം കുടിച്ചിട്ട് 6 പേരാ കാര്യമില്ല. ജയിച്ചത്. ഈ ജനാധിപത്യ 6 അട്ടിമറിക്കെതിരെ പേര്. വോട്ട് ഇലക്ഷന് ജയിച്ചിരിക്കുന്ന ആകെ 6 ഒരു സംശയം വേണ്ട. പത്ത് അതിശക്തമായ നൂറിടത്ത് പ്രചോദനത്തിലൂടെ പേര്. ഈ കള്ളന്മാരെ അസംബ്ലി ഭരണത്തിൽ ഓഫീസിൽ താഴെ കിട്ടിയ ഇറക്കും. 5 സീറ്റ്. അത് ജനങ്ങളുടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും സംസാരിക്കാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നന്ദി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.